ഹായ് ഒരുവൺ ഈ പാർട്ടിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഷോപ്പിഫൈയുടെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള കസ്റ്റമൈസേഷൻ ആണ്. ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ പാർട്ട് വരെ നമ്മളിപ്പോൾ ചെയ്ത കാര്യം ഒരു ഷോപ്പിഫൈയുടെ ഫ്രീ തീം എടുത്ത് നമ്മളിപ്പോൾ ഹോം പേജ്, കളക്ഷൻ പേജ്, പ്രോഡക്റ്റ് പേജ് ഒക്കെ നമ്മളിപ്പോൾ ബിൽഡ് ചെയ്തതാണ്. ഇപ്പോൾ ഈ ഒരു പാർട്ടിൽ ഇപ്പോൾ നമ്മളുടെ പ്രോഡക്റ്റ് ഇപ്പം കുറച്ച് ഹൈ എൻഡ് പ്രോഡക്റ്റ് ആണ്, ഹൈ വാല്യൂ, ഒരു ഹൈ ടിക്കറ്റ് പ്രോഡക്റ്റ് ആണ്. അല്ലെങ്കിൽ നമ്മളിപ്പോൾ വിൽക്കുന്ന ഒരു കൺട്രി ഇപ്പോൾ US UK പോലെയുള്ള ഒരു ടയർ 1 കൺട്രിയാണ്. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് മാർക്കറ്റ് ചെയ്യുമ്പോഴും അവിടുത്തെ നമ്മളൊരു പ്രോഡക്റ്റ് നമ്മൾ മാർക്കറ്റ് ചെയ്യുമ്പോൾ ആക്ച്വലി നമ്മുടെ ലാൻഡിംഗ് പേജ് അത്രയ്ക്ക് ഒപ്റ്റിമൈസ്ഡ് ആയിരിക്കണം. കാരണം യൂസേഴ്സിൻ്റെ അവിടെ നമുക്ക് അത്രയ്ക്ക് അപ്പീൽ ചെയ്യാൻ പറ്റണം. എന്നാൽ മാത്രമേ അവിടെ ഒരു സെയിലും കൺവേർഷൻസ് ഒക്കെ നടക്കാൻ ചാൻസ് ഉള്ളൂ. അപ്പോൾ യൂഷ്വലി നമ്മളിപ്പോൾ കുറച്ച് നാൾ മുമ്പ് വരെ ഇപ്പോൾ ഒരു ഹൈ എൻഡ് ആയിട്ടൊരു ലാൻഡിംഗ് പേജ് നമുക്ക് ഡിസൈൻ ചെയ്യാൻ വേണ്ടി നമ്മളിപ്പോൾ നല്ല രീതിയിലുള്ള എക്സ്പെർട്സുകളുടെയൊക്കെ ആവശ്യം ഉണ്ടായിരുന്നു. കാരണം നമുക്കത് ഒരു അഡീഷണൽ കോഡിങ് ഷോപ്പിഫൈക്ക് അത് ചെയ്യണം, അല്ലെങ്കിൽ അതുപോലത്തെ തീമുകൾ നമ്മൾ പർച്ചേസ് ചെയ്യണം. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങളുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ഷോപ്പിഫൈയിലോട്ട് ഈ ഒരു നല്ലൊരു ഒരു എന്താ പറയുക, നല്ലൊരു ഹൈലി കൺവെർട്ടിംഗ് ആയിട്ടുള്ള ഒരു നല്ലൊരു ബ്രാൻഡഡ് സ്റ്റോർ നമുക്ക് ബിൽഡ് ചെയ്യാൻ വേണ്ടി നമുക്കിന്നൊരു എക്സ്പെർട്ടിൻ്റെ ആവശ്യമില്ല. അത് ബേസ്ഡ് ആയിട്ടുള്ള ആപ്സുകൾ ഇന്ന് ഷോപ്പിഫൈയിൽ ഇറങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് തന്നെ ഒരു 5 to 10 മിനിറ്റ്സ് കൊണ്ട് തന്നെ നമുക്കൊരു നല്ലൊരു സ്റ്റോർ നമുക്കൊന്ന് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഈ ഒരു പാർട്ടിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് എങ്ങനെ നമുക്കൊരു ആപ്പ് വെച്ചിട്ട് നമുക്ക് ഒരു ഹൈ എൻഡ് ആയിട്ടുള്ള ഒരു ബ്രാൻഡഡ് സ്റ്റോർ ബിൽഡ് ചെയ്യാന്നുള്ള കാര്യങ്ങളാണ്. അപ്പോൾ നമുക്ക് സ്ക്രീനിലോട്ട് പോകാം. അപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് ഷോപ്പിഫൈയുടെ പാനലിലോട്ടാണ്. ഞാനിപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ ഇപ്പം കാണിക്കുക. ഞാൻ ഇപ്പോൾ പറഞ്ഞ ഒരു ഹൈ ടിക്കറ്റ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഒരു ഹൈ എൻഡ് പ്രോഡക്റ്റ് ആയിട്ട് അതിൻ്റെ ഒരു എക്സാമ്പിളാണിത്. ഇപ്പോൾ ഈ ഒരു ബ്രാൻഡ്, ഓക്കെ, ഈ ഒരു ബ്രാൻഡിൻ്റെ ഇപ്പോൾ അവർ വിൽക്കുന്ന ഇതൊരു നീ മസാജറാണ്, നീ മസാജർ പ്രോഡക്റ്റാണ്. അപ്പോൾ ഇതാണ് എക്സാക്ട്ലി ഈ ഒരു പ്രോഡക്റ്റ്. ഇതൊരു അത്യാവശ്യം ഒരു നല്ലൊരു എന്താ പറയുക, നല്ലൊരു എമൗണ്ടിനാണ് വിൽക്കുന്നത്. ഇത് US അവർ ടാർഗറ്റ് ചെയ്യുന്ന പ്രോഡക്റ്റാണ്. അപ്പോൾ $120 ഈ ഒരു പ്രോഡക്റ്റ് വിൽക്കുന്നത്. അപ്പോൾ $120 എന്ന് പറയുന്നത് അത്യാവശ്യം നമ്മളിവിടുത്തെ ഏകദേശം ഒരു 9,000-10,000 രൂപ അടുപ്പിച്ച് വരും. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ ഫേസ്ബുക്ക് ആഡ്സിൽ നിന്ന് ഒക്കെയാണ് അവർ മെയിൻലി അവർ ട്രാഫിക് ആഡ് ചെയ്യുന്നത്, മീൻസ് കൺവേർഷൻ ആഡ്സ് ചെയ്യുന്നത്. അപ്പോൾ ഒരു ഫേസ്ബുക്ക് ആഡ് കണ്ട് ഒരു യൂസർ ഇതിലോട്ട് ലാൻഡ് ചെയ്ത്, ഇപ്പോൾ മേ ബി അവർ കാണുന്ന ഇതിൻ്റെ ബേസ്ഡ് ആയിട്ട് ഒരു വീഡിയോ എല്ലാം ആയിരിക്കും. അപ്പോൾ അത് കണ്ടിട്ട് അത് ലാൻഡ് ചെയ്ത് ഇപ്പോൾ അവർക്ക് ഈ ഒരു $120 കൊടുത്തത് വാങ്ങാൻ കൺവിൻസ് ആവണമെങ്കിൽ അത് ബേസ്ഡ് ആയിട്ടുള്ള നല്ലൊരു ലാൻഡിംഗ് പേജ് ഉണ്ടായിരിക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള സ്പെസിഫിക്കേഷൻസ്, പിന്നെ ഈ പ്രോഡക്റ്റിൻ്റെ റിവ്യൂസ്, ഇപ്പോൾ അതിൻ്റെ എത്രത്തോളം റേറ്റിംഗ്സ് ഉണ്ട്, പിന്നെ ഇതിൻ്റെ എക്സാക്ട്ലി ഉള്ള ഒരു ഓഫേഴ്സ്, ഇപ്പോൾ ഇതൊക്കെ നമ്മൾ ഈ ഒരു ലാൻഡിംഗ് പേജിൽ നമ്മൾ മെൻഷൻ ചെയ്യണം. അപ്പോൾ ഇതിൻ്റെ ലാൻഡിംഗ് പേജ് നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഇപ്പോൾ ഞാൻ ഇപ്പോൾ സ്ക്രോൾ ചെയ്യാം താഴോട്ട്. ഇത് എക്സാക്ട്ലി ഒരു എന്താ പറയുക, ഒരു നല്ലൊരു ഹൈ ക്വാളിറ്റി ഇമേജസ് വെച്ചിട്ട് നല്ല ഒരു കോണ്ടന്റ് കോപ്പി വെച്ചിട്ടാണ് ഇവരിത് പറയുന്നത്. ഇപ്പോൾ എന്താണ് ഈ പ്രോഡക്റ്റ് സോൾവ് ചെയ്യുന്ന പ്രോബ്ലം എന്താണ് എന്നുള്ള കാര്യങ്ങളെല്ലാം കൃത്യമായിട്ട് ഇത് വളരെ നല്ല ഒരു നല്ല സ്പെസിഫിക് ആയിട്ട് നല്ല ഡിസൈൻസിൽ അവർ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഈ രീതിയിൽ ജിഫ് പോലെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് ഇപ്പോൾ എന്താണെന്നുള്ള ഈ പ്രോഡക്റ്റ് നല്ല രീതിയിൽ കാണിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് ആക്ച്വലി നമ്മളിപ്പോൾ വിൽക്കുമ്പോൾ നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് മാർക്കറ്റ് ചെയ്യുമ്പോൾ നമ്മളെ പ്രോഡക്റ്റ് ഇത്രയും ഒരു ഹൈ എൻഡ് വാല്യൂ ആണ്. നമ്മൾ മാർക്കറ്റ് ചെയ്യുന്ന ഏരിയ ഇപ്പോൾ US പോലെയുള്ള കൺട്രി ആണെങ്കിൽ ആക്ച്വലി നമുക്ക് ഇതേപോലത്തെ ഒരു ലാൻഡിംഗ് പേജ് വേണം. നമ്മളിപ്പോൾ നേരത്തെ നമ്മൾ ക്രിയേറ്റ് ചെയ്ത ടീഷർട്ട്സിനൊക്കെ ക്രിയേറ്റ് ചെയ്ത പോലെ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു പ്രോഡക്റ്റ് പേജ് വെച്ചിട്ട് നമുക്ക് ഒരു നല്ലൊരു കൺവേർഷൻ ഒരിക്കലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഈ ഒരു പേജ് നമ്മളിപ്പോൾ ഈ ഒരു ഏരിയയിലൊക്കെ ടാർഗറ്റ് ചെയ്യുമ്പോഴും ഇത്രയും ഹൈ എൻഡ് ആയിട്ടുള്ള പ്രോഡക്റ്റ് ചെയ്യുമ്പോഴും ഇതേപോലത്തെ തന്നെ നമ്മൾ ബിൽഡ് ചെയ്യണം. ഇതേപോലത്തെ ഒരു പേജസ് നമ്മൾ ബിൽഡ് ചെയ്യണം. ഓക്കെ, വിത്ത് റിവ്യൂസും എല്ലാം കൂടെ വെച്ചിട്ട് നല്ലൊരു പേജ് നമുക്കിവിടെ ബിൽഡ് ചെയ്യണം ഇതേപോലെ. ഓക്കെ, അപ്പോൾ ഇത് ഞാൻ പറഞ്ഞ പോലെ ഇത് നമ്മളിപ്പോൾ നേരത്തെയൊക്കെ ആണെങ്കിൽ ഇതിനെ ബിൽഡ് ചെയ്യാൻ വേണ്ടി നല്ല എക്സ്പെർട്ടായിട്ടുള്ള ഡെവലപ്പേഴ്സ് വേണം. പക്ഷേ ഇന്ന് അതിന് വേണ്ട. ഇന്ന് നമുക്ക് ഷോപ്പിഫൈക്കകത്ത് തന്നെ നമുക്ക് ആപ്സുകളുണ്ട്. ഇപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിളായിട്ടൊരു ആപ്പ് നമുക്ക് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു ആപ്പ് പോവുകയാണെങ്കിൽ അറ്റ്ലസ് എന്നൊരു ആപ്പുണ്ട്. ഇത് കാണിക്കാം. അറ്റ്ലസ് സ്റ്റോർ ബിൽഡറാണ്. അറ്റ്ലസ് ഇത് അവിടെ ഉണ്ട്. അറ്റ്ലസ് ഇപ്പോൾ എല്ലാവരും യൂസ് ചെയ്യുന്ന അറ്റ്ലസ് ആണ്. അതുകൊണ്ട് അറ്റ്ലസ് ഇത്തിരി ഫേമസ് ആണ്. അറ്റ്ലസിൻ്റെ ഒരു സ്പെസിഫിക്കേഷൻ എന്ന് പറയുന്നത് ഈ ആപ്പ് ചെയ്യുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതേപോലത്തെ ഒരു ലാൻഡിംഗ് പേജ് വിത്തിൻ മിനിറ്റ്സ് കൊണ്ട് നമുക്ക് ബിൽഡ് ചെയ്ത് തരും. നമുക്ക് വേറെ എക്സ്ട്രാ ആയിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് കോഡിങ്ങോ ഒന്നും കൊടുക്കാതെ തന്നെ നമുക്ക് ഈ ഒരു ലാൻഡിംഗ് പേജ് അറ്റ്ലസ് നമുക്ക് ബിൽഡ് ചെയ്ത് തരും. ഓക്കെ,
ഇപ്പോൾ അറ്റ്ലസിൻ്റെ കോസ്റ്റ് ഉണ്ട്. അറ്റ്ലസ് ഇത് യൂസ് ചെയ്യണമെങ്കിൽ $39 പെർ മന്ത് ആണ്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ അറ്റ്ലസ് യൂസ് ചെയ്യാം. അറ്റ്ലസ് അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ഒരു ഇതാണ്, മീൻസ് സ്റ്റോറാണ്. അപ്പോൾ അറ്റ്ലസിൻ്റെ അതിൻ്റെ ഡെമോ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇതായിരിക്കും എന്താ പറയുക, ഒരു ഹോം പേജൊക്കെ വരുന്നത്. പിന്നെ ഒരു ഷോപ്പ് പേജസ് പോവുകയാണെങ്കിൽ ഇങ്ങനെയായിരിക്കും പ്രോഡക്റ്റ് പേജസ് വരുന്നത്. അപ്പോൾ ഈ രീതിയിൽ നമുക്ക് ഒരു നല്ല രീതിയിൽ ട്രാൻസ്ഫോം ചെയ്ത് നമുക്ക് കൊണ്ടുവരാൻ പറ്റും. ഓക്കെ, അപ്പോൾ ലെസ് ഒരു ഓപ്ഷനാണ്. അല്ലെങ്കിൽ നമുക്കിപ്പോൾ വേറെ ഒരു ഓപ്ഷൻ ഞാൻ പറയുന്നത് ലോഞ്ച് യുവർ ഡോട്ട് സ്റ്റോർ. ഇപ്പോൾ ഇത് ഞാൻ പേഴ്സണലി യൂസ് ചെയ്യുന്ന ഒരു ആപ്പാണ്. അപ്പോൾ ഈ ആപ്പ് കുറച്ചുകൂടെ അറ്റ്ലസിനേക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാരണം അറ്റ്ലസിന് വരുമ്പോൾ ഉള്ള ഒരു പ്രശ്നം, അറ്റ്ലസ് ഒരു കൈൻഡ് ഓഫ് ഒരു ടെംപ്ലേറ്റ് ആണ് അറ്റ്ലസിൽ വരുന്നത്. മെയിനായിട്ട് അറ്റ്ലസിനകത്ത് ഒരു കൈൻഡ് ഓഫ് ടെംപ്ലേറ്റ് ആണ്. ഇതേപോലത്തെ ഒരു ടെംപ്ലേറ്റ് ആയിരിക്കും അറ്റ്ലസിൽ എപ്പോഴും ഉണ്ടാവുക. ഇപ്പോൾ നമ്മൾ ഏത് പ്രോഡക്റ്റ് കൊടുത്താലും ഓൾമോസ്റ്റ് ഇതേപോലത്തെ ഒരു ടെംപ്ലേറ്റ് ആയിരിക്കും ഉണ്ടാവുക. പക്ഷേ ഈ ലോഞ്ച് യുവർ സ്റ്റോർ എന്ന് പറയുമ്പോൾ ഇത് ആക്ച്വലി കുറച്ചുകൂടെ, നമ്മളിപ്പോൾ ഏതെങ്കിലും ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഏതെങ്കിലും ഒരു സൈറ്റ് കൊടുക്കുകയാണെങ്കിൽ ആ സൈറ്റിനെ ഒന്ന് അനലൈസ് ചെയ്ത് ഏകദേശം ആ സൈറ്റിൻ്റെ അതേ ഒരു കാറ്റഗറി, ഒരു കൈൻഡ് ഓഫ് കാര്യങ്ങൾ ഇത് കംപ്ലീറ്റ് ആയിട്ട് അനലൈസ് ചെയ്തിട്ടാണ് ഇത് ക്രിയേറ്റ് ചെയ്യുന്നത്. മേ ബി ഇതിലുള്ള കുറേ ഡിസൈൻസ് എക്സാക്ട്ലി അത് ഇൻസ്പയർ ആയി അതേപോലെ ആയിരിക്കില്ല. മേ ബി ഒരു AI ജനറേറ്റഡ് ആയിട്ടുള്ള ഇമേജസ് ഒക്കെ ആയിരിക്കും. ബട്ട് ഓൾമോസ്റ്റ് നമുക്കൊരു 60 to 70% ഓൾമോസ്റ്റ് ഈ സൈറ്റ് പോലെ നമുക്ക് ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതെങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. അപ്പോൾ ഞാൻ ഇപ്പോൾ ഈ ഒരു പ്രോഡക്റ്റ് ഞാൻ എടുക്കുകയാണ്. ഈ ഒരു പ്രോഡക്റ്റിൻ്റെ ഇത് കോപ്പി ചെയ്യണം. എന്നിട്ട് അതിനുശേഷം ഞാൻ ഇവിടെ ക്രിയേറ്റ് മോക്കപ്പ് കൊടുക്കുകയാണ്. ക്രിയേറ്റ് മോക്കപ്പിൽ ഞാൻ ഈ പർട്ടിക്കുലർ പ്രോഡക്റ്റിൻ്റെ ഇപ്പോൾ നമ്മളിപ്പോൾ നമുക്ക് ക്രിയേറ്റ് ചെയ്യേണ്ട അതേ പ്രോഡക്റ്റിൻ്റെ URL ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ, മോക്കപ്പ് ജനറേറ്റ് ചെയ്യാൻ ഞാനിത് പറയാണ്. ആക്ച്വലി ഇത് ടൈം എടുക്കും, ഓൾമോസ്റ്റ് ഒരു 5 മിനിറ്റ്സോളം എടുക്കും ഇതൊന്ന് പോപ്പപ്പ് ചെയ്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ ഒന്ന് അനലൈസ് ചെയ്ത് അതേപോലെ ഇപ്പോൾ ഇതേപോലെ നമുക്ക് ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു എക്സാക്റ്റ് ആയിട്ടൊരു പേജ് ഇപ്പോൾ ഈ ലോഞ്ച് യുവർ സ്റ്റോർ നമുക്ക് ക്രിയേറ്റ് ചെയ്ത് തരും. എക്സാക്ട്ലി ഇത് തന്നെ ആയിരിക്കത്തില്ല, മേ ബി ചെറിയ ഡിഫറൻസ് ഒക്കെ ഉണ്ടാവും. ബട്ട് സ്റ്റിൽ ഓൾമോസ്റ്റ് നമുക്ക് അത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ എന്താണ് ഇതിൻ്റെ ലോജിക് എന്ന് പറഞ്ഞാൽ, ആക്ച്വലി ഇപ്പോൾ നമുക്ക് ഈ ഷോപ്പിഫൈയുടെ ഒരു കേസ് വരുമ്പോൾ ഇതെല്ലാം ഓരോരോ ഒരു കോഡ്സ് ബേസ്ഡ് ആയിട്ടാണ് നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റുന്നത്. ഫോർ എക്സാമ്പിൾ ഞാൻ ഇപ്പോൾ ഇത് നമുക്കത് ആപ്സിൻ്റെ പ്രസൻസ് ഇല്ലാതെയും നമുക്കിത് ബിൽഡ് ചെയ്യാൻ പറ്റുന്നതാണ്. നമുക്കിപ്പോൾ നിങ്ങൾക്ക് ഷോപ്പിഫൈക്കകത്ത് കോഡൊക്കെ ചെയ്യാൻ പറ്റുമെങ്കിൽ ആക്ച്വലി ഇതെല്ലാം നിങ്ങൾക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിൻ്റെ ഒരു എക്സാമ്പിൾ നമ്മൾ പറയുകയാണെങ്കിൽ, ഞാനിപ്പോൾ ഒരു സ്റ്റോർ ബിൽഡ് ചെയ്യുകയാണ്. ഷോപ്പിഫൈക്കകത്ത് നമ്മൾ തീമിനകത്ത് പോയതിന് ശേഷം ഇപ്പോൾ പ്രോഡക്റ്റ് പേജിനകത്ത് നമ്മളൊരു കാര്യം നമ്മൾ ബിൽഡ് ചെയ്യണം. അപ്പോൾ പ്രോഡക്റ്റ് പേജ് എടുത്തു. ഇത് ടൈം എടുക്കും. അപ്പോൾ അതുവരെ നമുക്ക് ഈ ഒരു ടോപ്പിക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എനിക്ക് ആക്ച്വലി ഇതേപോലത്തെ ഒരു ഇമേജസ് എനിക്കിവിടെ എനിക്കിവിടെ ഫിക്സ് ചെയ്യണം. അപ്പോൾ ഇത് ആക്ച്വലായിട്ട് ഇപ്പോൾ നമുക്കിപ്പോൾ ഒരു പ്രോഡക്റ്റ് പേജ് എടുത്തു കഴിഞ്ഞാൽ ആക്ച്വലി ഇവിടെ നമുക്കൊരു ഇമേജ് ഇവിടെ ഇമേജ് ഫിക്സ് ചെയ്യണം. അപ്പോൾ അതിന് ഇപ്പോൾ നമുക്ക് ഇപ്പോൾ ഉള്ള ഷോപ്പിഫൈ തന്നിട്ടുള്ള ഡീഫോൾട്ട് ആയിട്ടുള്ള സെഷൻസ് വെച്ചിട്ട് നമുക്ക് ഡിസൈൻ ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ ഇവിടെ ഒരു സെഷനകത്ത് തന്നെ നമുക്കിവിടെ ഒരു കസ്റ്റം ലിക്വിഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. അപ്പോൾ ഈ കസ്റ്റം ലിക്വിഡ് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എക്സാക്ട്ലി ഇവിടെ അല്ല വയ്ക്കേണ്ടത്. ഇപ്പോൾ നമ്മൾ പ്രോഡക്റ്റ് ഇൻഫർമേഷനകത്ത് നമുക്ക് വെക്കണമെങ്കിൽ ഇതിനകത്ത് വന്നതിന് ശേഷം ഒരു കസ്റ്റം ലിക്വിഡ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ ഉണ്ട്. കസ്റ്റം ലിക്വിഡിനകത്ത് നമുക്ക് കോഡ് ചെയ്ത് നമുക്ക് അവിടെ ഒരു കാര്യം വെക്കാം. അപ്പോൾ ഇത് നിങ്ങൾക്ക് ChatGPT ഒക്കെ യൂസ് ചെയ്യുകയാണെങ്കിൽ ആക്ച്വലി നിങ്ങൾക്ക് ഇന്ന് ഇതേപോലത്തെ കോഡൊക്കെ ബിൽഡ് ചെയ്യാൻ പറ്റും. ബട്ട് സ്റ്റിൽ നിങ്ങൾക്ക് കുറച്ച് കാര്യങ്ങളോട് അറിയാമെങ്കിൽ നിങ്ങൾക്ക് കുറേ ഇത് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഞാനിപ്പോൾ ജസ്റ്റ് ഇതൊന്ന് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. ഓക്കെ, നമ്മളെ സ്റ്റോർ ഇവിടെ ആയിട്ടുണ്ട്. ലോഞ്ച് സ്റ്റോറിൽ നമ്മളെ സ്റ്റോർ ആയിട്ടുണ്ട്. ഇപ്പം ജസ്റ്റ് ഞാൻ ഇപ്പോൾ അതും കൂടെ നിങ്ങളൊന്ന് കാണിക്കാം. ഞാൻ ഇതിനെ സ്ക്രീൻഷോട്ട് ചെയ്തിട്ട്
ചാറ്റ് ജി പി ടി ചോദിച്ചു കഴിഞ്ഞാൽ ചാറ്റ് ജി പി ടി ഇതിൻ്റെ ഒരു കസ്റ്റം ലിക്വിഡ് കോഡ് തരും. ഇങ്ങനെ ഒരു ലിക്വിഡ് കോഡ് ഉണ്ടാവും. ഓക്കെ, ഇത് നമ്മൾ കോപ്പി ചെയ്ത് നമ്മളത് അതിൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള ഒരു സെഷനിലൊക്കെ പേസ്റ്റ് ചെയ്ത് നമുക്ക് ഇങ്ങനെ ഒരു കസ്റ്റമായിട്ടുള്ള ഒരു സംഭവം എടുക്കാൻ പറ്റും. ഞാൻ ഇപ്പോൾ അത് ചെയ്യുന്നില്ല. മേ ബി അത് അതിൻ്റെ കോഡൊക്കെ കണ്ടുപിടിച്ച് ചെയ്തു വരാൻ ഒരുപാട് ടൈം ആവും. മേ ബി നിങ്ങൾക്ക് ഇതേപോലെയും വർക്കൗട്ട് ചെയ്യാൻ പറ്റും. ഇതിൻ്റെ എക്സാക്റ്റ് ആയിട്ടുള്ള എല്ലാ ഇൻക്ലൂഡിങ് CSSും എല്ലാം കൂടെ ആണ് നമുക്ക് വരുന്നത്. അത് നിങ്ങൾക്ക് കോഡിനകത്തൊക്കെ ഫിക്സ് ചെയ്യാൻ പറ്റുമെങ്കിൽ നിങ്ങൾക്ക് ഇതേപോലത്തെ ആപ്സ് ഒക്കെ ഇപ്പോൾ ലോഞ്ചർ സ്റ്റോറും ഫ്രീ അല്ല. ഇത് ലോഞ്ചർ സ്റ്റോറും ഫ്രീ അല്ല. ഇത് ഏകദേശം എനിക്ക് $29 എന്തോ വരും. ഇപ്പോൾ അറ്റ്ലസും $39 ഒക്കെ വരും. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി, ഇപ്പോൾ ഇതിനകത്ത് കാണുന്ന കാര്യങ്ങളൊക്കെ വെക്കാൻ വേണ്ടി ഇങ്ങനെ കസ്റ്റം ലിക്വിഡ് കോഡ് ചെയ്തും നിങ്ങൾക്ക് ആഡ് ചെയ്യാം. പക്ഷേ അതിന് കോഡിംഗ് ഒക്കെ അറിയണം. അത്യാവശ്യം കോഡ് ഫിക്സ് ചെയ്യാൻ അറിയണം അറ്റ്ലീസ്റ്റ്. ഓക്കെ, ഞാൻ എന്തായാലും അതിൻ്റെ പുറകെ പോകുന്നില്ല. നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് വരാം. ഇപ്പോൾ ലോഞ്ചർ സ്റ്റോറിൽ നമ്മൾ കൊടുത്ത, ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞ ഈ ഒരു ഒർത്താപ്പിൻ്റെ ഒരു ഇത് കൊടുത്തത് നമുക്ക് ഇവിടെ അത് എക്സാക്ട്ലി ഒരു അതിൻ്റെ റെപ്ലിക്കായിട്ടൊരു നമുക്കൊരു പേജ് അത് ക്രിയേറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് നോക്കുമ്പോൾ എക്സാക്ട്ലി ഓൾമോസ്റ്റ് സെയിം ആയിട്ടുള്ള ഒരു ഇത് അതിൻ്റെ എക്സാക്ട് കോപ്പി ആയിരിക്കത്തില്ല. ബട്ട് സ്റ്റിൽ നമുക്ക് അത് യൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ നമുക്കിത് അത് തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഇതിനെ കുറച്ചുകൂടെ ബെറ്റർ ആക്കാം. നമുക്കിത് ആദ്യം ഈ എൻഹാൻസ് വിത്ത് AI കൊടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ഇമേജസ് കുറച്ചുകൂടെ ബെറ്റർ ആവും. അല്ലെങ്കിൽ നമുക്ക് ഇത് നമ്മുടെ സ്റ്റോറിലോട്ട് ആക്കിയതിന് ശേഷം നമുക്ക് തന്നെ കുറേ കാര്യങ്ങൾ എഡിറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഞാൻ ഇപ്പോൾ ഒരു ക്രിയേറ്റ് സ്റ്റോറിലോട്ട് കൊടുക്കുകയാണ്. ക്രിയേറ്റ് സ്റ്റോർ കൊടുക്കുമ്പോൾ ഇപ്പോൾ ആക്ച്വലി നമുക്ക് ഒരു ലോഗിൻ ചെയ്യണം. നമുക്കൊരു കണ്ടിന്യൂ വിത്ത് ലോഗിൻ കൊടുക്കാം. കണ്ടിന്യൂ കൊടുക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ലിങ്ക് എക്സിസ്റ്റിംഗ് സ്റ്റോർ, ഇപ്പോൾ നിങ്ങൾക്ക് സ്റ്റോർ ക്രിയേറ്റ് ചെയ്തിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ സ്റ്റോർ ക്രിയേറ്റ് ചെയ്യാം. അല്ലെങ്കിൽ ലിങ്ക് എക്സിസ്റ്റിംഗ് സ്റ്റോർ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഓൾറെഡി സ്റ്റോർ ഉള്ളതുകൊണ്ട് ഞാൻ ലിങ്ക് എക്സിസ്റ്റിംഗ് സ്റ്റോർ കൊടുക്കുകയാണ്. അപ്പോൾ ഇതിനകത്ത് ലിങ്ക് എക്സിസ്റ്റിംഗ് സ്റ്റോർ കൊടുത്തതിന് ശേഷം സ്റ്റോറിൻ്റെ URL നമ്മളിവിടെ പേസ്റ്റ് ചെയ്യണം. അപ്പോൾ സ്റ്റോറിൻ്റെ നമ്മളുടെ URL എന്ന് പറയുന്നത് ഇതാണ്. നമ്മളുടെ സ്റ്റോറിൻ്റെ URL അതിവിടെ കൊടുക്കുക. നെക്സ്റ്റ് കൊടുക്കുക. അതിനുശേഷം ഒരു ആപ്പ്, ഈ ഒരു ലോഞ്ചർ സ്റ്റോറിൻ്റെ ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്പ് നമ്മൾ ഇൻസ്റ്റാൾ ചെയ്യണം. അതിന് കണക്റ്റ് ഒരു ആപ്പ് കൊടുക്കുക. ഇൻസ്റ്റാൾ ചെയ്യണം. ആക്ച്വലി ഈ ആപ്പ് ഫ്രീ അല്ല. ഇത് പേയ്മെൻ്റ് ഉണ്ട്. എനിക്ക് $29 എന്താണ് ഇതിൻ്റെ പേയ്മെൻറ്റ് വരുന്നത്. $29 ആണെന്ന് തോന്നുന്നു. യെസ്, $29 ആണ്. ഇതൊരു 3 ഡേ ഫ്രീ ട്രയൽ ഉണ്ട്. അതിനുശേഷം $29 പെർ മന്ത് ആണ് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത്. ഓക്കെ, അപ്പോൾ ഇത് ആപ്പ് ഇൻസ്റ്റാൾ ആയിട്ടുണ്ട്. ഇപ്പോൾ ആപ്പിനകത്ത് ഇപ്പോൾ നമ്മൾ വരുമ്പോൾ ആക്ച്വലി ഇപ്പോൾ നമുക്ക് ടേൺ ഓൺ ആക്കാം. ഇപ്പോൾ ഇതിനകത്ത് ഇതേപോലത്തെ സെഷൻസുകളുണ്ട്. ഇപ്പോൾ നമുക്ക് ഏതൊക്കെ കൈൻഡ് ഓഫ് ഒരു സെഷൻ വേണോ ആ രീതിയിൽ നമുക്ക് ആഡ് ചെയ്യാം. ഇപ്പം കമ്പാരിസൺ ടേബിൾ, ഫ്രീക്വൻസി ആസ് ക്വസ്റ്റ്യൻസ്, പിന്നെ ഈ നമുക്ക് ഫ്രീക്വൻ്റ്ലി ബ്രോട്ട് ടുഗെദർ, ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സെഷൻസുകൾ ഇതിനകത്തുണ്ട്. ഇപ്പോൾ നമുക്ക് ഇമേജ് വീഡിയോ സ്ലൈഡേഴ്സ്, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാം സ്റ്റോറീസ്, ഇങ്ങനെ സെഷൻസുകളുണ്ട്. അപ്പോൾ ആക്ച്വലി ഈ തീം അവർ ബിൽഡ് ചെയ്തിട്ടുള്ളത് എക്സാക്ട്ലി ഇതേപോലത്തെ ഒരുപാട് സെഷൻസുകൾ ഇങ്ങനെ വെച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ നമുക്കും ഇപ്പോൾ അവർ ഡീഫോൾട്ടായിട്ട് ഡീഫോൾട്ടായിട്ട് ഒരു മോക്കപ്പ് നമ്മൾ ജനറേറ്റ് ചെയ്താണ് നമുക്കിപ്പോൾ ഇതേപോലത്തെ ഒരു സ്റ്റോർ നമുക്ക് തന്നിട്ടുള്ളത്. അപ്പോൾ അതിന് പകരം നമുക്കിപ്പോൾ ആ സ്റ്റോറിനെ ക്രിയേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എക്സാക്ട്ലി നമുക്ക് അത് ക്രിയേറ്റ് ചെയ്യും. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ എംബഡ് ചെയ്യണം, ആപ്പ് എംബഡ് ചെയ്യണം. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഏത് ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടും ഇങ്ങനെ എംബഡിൽ വന്ന് എംബഡ് കൊടുക്കണം. എന്നാൽ മാത്രമേ അത് ആപ്പ് അവിടെ റിഫ്ലക്റ്റ് ആവത്തുള്ളൂ.
ഓക്കെ, അപ്പോൾ നമുക്കിവിടെ ബാക്കി കാര്യങ്ങൾ നോക്കാം. ഇപ്പോൾ നമ്മളിപ്പോൾ ക്രിയേറ്റ് സ്റ്റോർ പോയി. ക്രിയേറ്റ് സ്റ്റോർ കൊടുക്കുമ്പോൾ നമ്മളിപ്പോൾ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട്. ഇനി അത് ഒരു നമ്മൾ സ്റ്റോറുമായിട്ട് നമ്മളിപ്പോൾ ഇവർ ചെയ്ത ആ മോക്കപ്പ് ഇൻറ്റഗ്രേറ്റ് ചെയ്യണം. ആക്ച്വലി ഇവിടെ ഇവർ ചെയ്യുന്ന രീതി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഹൊറൈസൺ എന്ന് പറഞ്ഞൊരു ഫ്രീ തീമാണ് നമ്മളിവിടെ എടുത്തിട്ടുള്ളത് നേരത്തെ. ഇപ്പോൾ ഈ ഹൊറൈസണിനെ മാറ്റിയിട്ട് ഈ ഒരു ആപ്പ് തന്നെ പുതിയൊരു തീം ഇവിടെ ക്രിയേറ്റ് ചെയ്യും. അപ്പോൾ ആ തീമിനകത്താണ് ഇവർ കംപ്ലീറ്റ് ആയിട്ട് ഈ ഡിസൈൻസും കാര്യങ്ങളും വരുന്നത്. ഇപ്പോൾ നമ്മളിപ്പോൾ പ്രോഡക്റ്റ് പേജാണ് കൊടുത്തെങ്കിലും ആക്ച്വലി ഇനി നമ്മളുടെ കംപ്ലീറ്റ് ആയിട്ടുള്ള ഹോം പേജും കളക്ഷൻ പേജ്, പ്രോഡക്റ്റ് പേജ്, ഇത് മൂന്നും കൂടെ വെച്ചിട്ടുള്ള ഒരു പുതിയൊരു തീമാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്യുന്നവർ. ഓക്കെ, അപ്പോൾ അതിന് സമയമെടുക്കും, ഒരു 5 മിനിറ്റ്സോളം എടുക്കും നമുക്ക്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ഈ ഇങ്ങനെയുള്ള ഇത് ആപ്പാണ് കംപ്ലീറ്റ് ആയിട്ട് ഒരു ബേസ്ഡ് എടുപ്പം കണ്ടില്ല. നമ്മളിപ്പോൾ ഒരു കാര്യം നമ്മൾ ചെയ്തിട്ടില്ല, നമ്മളൊരു ഇൻപുട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ബാക്കിയെല്ലാം അത് ചെയ്ത് അതാണ്. അപ്പോൾ ആ രീതിയിൽ നമുക്കൊരു സ്റ്റോർ ഇവിടെ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഷോപ്പിഫൈ സ്റ്റോർ ഇസ് റെഡി. നമുക്ക് വ്യൂ മൈ സ്റ്റോർ കൊടുക്കാം. കണ്ടോ, ഇവിടെ ഒരു ആപ്പ് അല്ല, ഇവിടെ ഒരു തീം ഇവിടെ ക്രിയേറ്റ് ചെയ്തു. ഇപ്പോൾ ഇവരൊരു തീമാണ് ഇവിടെ ക്രിയേറ്റ് ചെയ്തത്. ഇപ്പോൾ നമ്മളത് എക്സിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ ഓൺലൈൻ തീംസിനകത്ത് വരുമ്പോൾ ഉണ്ടോ, ഇവിടെ ഒരു തീം ഓൾറെഡി ഇവിടെ ക്രിയേറ്റ് ആയതാണ്. അപ്പോൾ നമ്മളിതിനെ വ്യൂ കൊടുക്കുകയാണെങ്കിൽ കണ്ടോ, സെലക്ട് ചെയ്ത് ഹോം പേജ് അവരുടെ രീതിയിലൊരു ഹോം പേജ് അവർ ക്രിയേറ്റ് ചെയ്തു. പിന്നെ കാറ്റലോഗ്, ഇപ്പോൾ നമ്മൾ നേരത്തെ ഓൾറെഡി പ്രോഡക്ട്സ് കിടന്നുകൊണ്ടാണ് കാറ്റലോഗ് ഇങ്ങനെ കാണിക്കുന്നത്. ബട്ട് സ്റ്റിൽ അതിൻ്റേതായിട്ടുള്ള രീതിയിൽ കാറ്റലോഗ്സ് മാറ്റി. ഇപ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്ത പ്രോഡക്റ്റ് ഇതാണ്, മറ്റേതൊക്കെ നേരത്തെ കിടന്ന പ്രോഡക്റ്റ് ആയതുകൊണ്ടാണ് അങ്ങനെ കാണിക്കുന്നത്. ഇപ്പോൾ നമ്മൾ ഈ പ്രോഡക്ട്സ് നോക്കുകയാണെങ്കിൽ കണ്ടോ, ആ ഒരു പ്രോഡക്റ്റ് പേജ് ആ ലെവലിൽ ക്രിയേറ്റ് ആയി. ഓക്കെ, അപ്പോൾ ഇതിൽ ഇനി നമുക്ക് കാര്യങ്ങൾ ചെയ്യാൻ ബാക്കിയുണ്ട്. ഇതിപ്പം 100% കംപ്ലീറ്റ് ആയില്ല. ഇനി നമ്മളുടെ പ്രോഡക്റ്റ് എടുത്തതിന് ശേഷം പ്രോഡക്റ്റിൻ്റെ ബേസ്ഡ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ പല കാര്യങ്ങളും ഇതിനകത്ത് ആഡ് ചെയ്യണം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് നോക്കാം. ഓക്കെ, ആക്ച്വലി ഈ പ്രോഡക്റ്റ് മാത്രമേ ഇതിങ്ങനെ ആവത്തുള്ളൂ, കാരണം നമ്മൾ ഈ പ്രോഡക്റ്റ് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. മറ്റ് വേറെ പ്രോഡക്ട്സ് എല്ലാം അതിൻ്റെ രീതിയിൽ ഉണ്ടോ, ഇങ്ങനെ നേരത്തെ. ഓക്കെ, മീൻസ് ഇത് ചെയ്യുമ്പോൾ യൂഷ്വലി നിങ്ങളിപ്പോൾ വൺ പ്രോഡക്റ്റ് സ്റ്റോർ അല്ലെങ്കിൽ ഇപ്പോൾ ഒരു കൈൻഡ് ഓഫ് ഒരു ഇതില്ലേ, ഇത് ഒരു ക്ലോത്തിങ് ബ്രാൻഡ്സിനൊന്നും ഇത് അത്ര ആപ്ലിക്കബിൾ അല്ല ഇത്. കാരണം നമുക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇത് കൂടുതലും നമുക്ക് വൺ പ്രോഡക്റ്റ് സ്റ്റോർ ആ ബേസ്ഡ് ആയിട്ടുള്ള അതിനൊക്കെയാണ് ഇത് ഏറ്റവും ബെസ്റ്റായിട്ട് ആപ്ലിക്കബിൾ ആവുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ നിങ്ങളുടെ ഒരു പർട്ടിക്കുലർ ആയിട്ട് ഒരു ബ്രാൻഡ് ഉണ്ട്, ബ്രാൻഡിന് ഒരു 3-4 പ്രോഡക്ട്സ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആ പ്രോഡക്ട്സ് ഒക്കെ നമുക്ക് ഇത്രയും നല്ല രീതിയിലൊക്കെ നമുക്ക് വർക്കൗട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതിൻ്റെ ഒരു എക്സാമ്പിൾ നമുക്ക് പറയുകയാണെങ്കിൽ, ഒരു ഇന്ത്യൻ ബ്രാൻഡ് പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഫ്രിഡോ എന്ന് പറഞ്ഞൊരു ഇന്ത്യൻ ബ്രാൻഡ് ഉണ്ടായിരുന്നു, മൈ ഫ്രിഡോ. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒരു എക്സാക്ട്ലി ഒരു എന്താ പറയുക, ഒരു വെൽനസ് കൈൻഡ് ഓഫ് ബ്രാൻഡുകളാണ്. അപ്പോൾ ഇതേപോലത്തെ ഒരു ബ്രാൻഡൊക്കെയാണ് നിങ്ങൾക്കുണ്ടെങ്കിൽ ആക്ച്വലി ഇതേപോലത്തെ ഈ രീതിയിലൊക്കെ നിങ്ങൾക്ക് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഒക്കെ എടുക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഈ ഒരു പ്രോഡക്റ്റ് കുഷൻസ് എടുക്കുകയാണ്. അപ്പോൾ ഇതേപോലെ നമുക്ക് അത്യാവശ്യം നല്ലൊരു ബ്രാൻഡഡ് ലെവൽ, കാരണം ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് നല്ലൊരു ഫീല് നമുക്ക് തോന്നും, നല്ലൊരു ക്വാളിറ്റി പ്രോഡക്റ്റ് ആണെന്നുള്ള ഫീല് തോന്നും. അപ്പോൾ ഇന്ന് ഈ ഇമേജസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള എളുപ്പമാണ്. നമുക്ക് ബനാനോ ഒക്കെ വെച്ച് അല്ലെങ്കിൽ ഒക്കെ ChatGPT ഒക്കെ യൂസ് ചെയ്ത് നമുക്ക് ചെയ്യാൻ പറ്റും. ഇപ്പോൾ നമുക്കൊരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് ഇപ്പോൾ ഇത്രയും ഇപ്പോൾ 1600 ആണ് ഈ ഒരു ജസ്റ്റ് ഒരു കുഷൻ്റെ ഒക്കെ ഒരു കോസ്റ്റ് വരുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇത്രയും വില കൊടുത്ത് വാങ്ങണം എന്നുള്ള ഒരു തോന്നലുണ്ടാക്കുന്നത് ആ ഒരു ലാൻഡിങ് പേജാണ്. അപ്പോൾ അതിനകത്തുള്ള കാണിക്കുന്ന അതിനകത്ത് കാണിക്കുന്ന ഇമേജസ്, അതിനകത്ത് കാണിക്കുന്ന ആ ഒരു ഐക്കൺസും കാര്യങ്ങളെല്ലാം നമ്മളെ മൈൻഡിനെ അതിൻ്റെ ഒരു പ്രൈസിനോട് അത് അപ്പീലിംഗ് ആക്കും. ഓക്കെ, ഇത് ജസ്റ്റിഫൈ ചെയ്യാൻ ഇത്രയും ഒരു എമൗണ്ടിന് ഈ ഒരു കോസ്റ്റ്,
ഈ ഒരു പ്രോഡക്റ്റിന് ഉണ്ട് എന്നുള്ള ജസ്റ്റിഫിക്കേഷൻ നമുക്ക് നമ്മളുടെ മൈൻഡിനെ അത് എത്തിക്കാൻ പറ്റും. അത് കസ്റ്റമറിൻ്റെ നമ്മുടെ മൈൻഡിൽ നിന്ന് നമ്മളെ കസ്റ്റമർ നമ്മളെ യൂസേഴ്സ് നമ്മുടെ പ്രോഡക്റ്റ് കാണുന്ന യൂസേഴ്സിൻ്റെ മൈൻഡിൽ അത് കൊണ്ടെത്തിക്കാൻ പറ്റും. അത് തന്നെയാണ് ഒരു പ്രോഡക്റ്റിനെ നമുക്ക് കൂടുതൽ കൺവേർഷൻ ആ ലാൻഡിംഗ് പേജിൽ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇത് നമ്മൾ നോക്കുകയാണെങ്കിൽ ആക്ച്വലി ഇപ്പോൾ ഇവരുടെ സൈറ്റിലൊക്കെ നോക്കിയാൽ കാണാൻ പറ്റും ഇവരുടെ ആ ഒരു രീതിയിലൊക്കെ. ഇതൊക്കെ ഒരു അത്യാവശ്യം ഒരു ക്രോഡ്സ് മന്ത്ലി തന്നെ സെയിൽസ് ഒക്കെ എടുക്കുന്ന ഒരു ബ്രാൻഡാണ്. ഇവരെയൊക്കെ ഇത് നോക്കിയാൽ മതി. ഇത് നമ്മളൊക്കെ ചെയ്യുമ്പോൾ ആക്ച്വലി ഏറ്റവും ഇതേപോലത്തെ ക്രോഡ്സ് മന്ത്ലി റവന്യൂ ഉള്ള അല്ലെങ്കിൽ മില്യൺസ് ഓഫ് ഡോളേഴ്സ് മന്ത്ലി റവന്യൂ ഉള്ള ബ്രാൻഡ്സുകളുണ്ട്. DTC ഇ-കോമേഴ്സ് ബ്രാൻഡുണ്ട്. അപ്പോൾ നമ്മൾ ഒരു ബ്രാൻഡ് ചെയ്യുമ്പോൾ ആക്ച്വലി ഇവരെ പോലെയുള്ള ആളുകളൊക്കെ നമുക്ക് നോക്കാം. ഇവരെങ്ങനെയാണ് ലാൻഡിംഗ് പേജ് ചെയ്തിട്ടുള്ളത്, ഇവരുടെ എങ്ങനെയാണ് ആഡ്സ് ഇവർ വർക്കൗട്ട് ചെയ്യുന്നത്, ഇവരുടെ ആംഗിൾസ് എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ രീതിയിൽ നമുക്ക് ഇവരെ വർക്കൗട്ട് ചെയ്യാം. ഇവരെ നമുക്ക് ഇൻസ്പയർ ആയിട്ട് നമ്മുടെ ബ്രാൻഡിലും അത് റെപ്ലിക്കേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതാണ് പറഞ്ഞത്, നമ്മളെ ഒരു പ്രോഡക്റ്റ് ഇപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ ക്രിയേറ്റ് ചെയ്ത ആ ഒരു നീ ക്യാപ് പ്രോഡക്റ്റ് ആക്ച്വലി അതും നമുക്ക് അത്രയും രൂപയ്ക്ക് വിൽക്കണമെങ്കിൽ ആ ലെവലിലുള്ള ഒരു അപ്പീലിംഗ് നമുക്ക് ഇവിടെ കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ ഇതിൽ കാറ്റലോഗിനകത്ത് നമുക്ക് ബാക്കിയുള്ള പ്രോഡക്ട്സ് ഒക്കെ ഓക്കെ അത് അതിനകത്തുള്ളതുകൊണ്ട് അങ്ങനെ വന്നതാണ്. നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ക്ലോത്തിങ് ബ്രാൻഡ്സ് ഒക്കെ ചെയ്യുകയാണെങ്കിൽ ഇതിൻ്റെ വലിയ ആവശ്യമില്ല. നമുക്ക് ഇതേപോലുള്ള ഹൈ എൻഡ് പ്രോഡക്ട്സിലൊക്കെയാണ് ക്ലോത്തിങ് ബ്രാൻഡിനും കൊണ്ടുവരേണ്ടതില്ല, അതും കൊണ്ടുവരാം. പക്ഷേ ഈ ഒരു പ്രോഡക്ട്സിനൊക്കെ നമ്മൾ ചെയ്യുമ്പോഴാണ് ഇത്രയും കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് വരുന്നത്. അപ്പോൾ നമുക്ക് ഇവിടെ നിന്നും പല പല കാര്യങ്ങൾ നമുക്ക് ഇനി എഡിറ്റ് ചെയ്യാനുണ്ട്. അത് എങ്ങനെ എഡിറ്റ് ചെയ്യാൻ നോക്കാം. ബാക്കി ടാബൊക്കെ ഞാൻ ക്ലോസ് ചെയ്തിട്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ നമുക്ക് ചെയ്യുമ്പോൾ നമ്മൾ കസ്റ്റമൈസേഷൻ കൊടുക്കുക. ഈ തീമിനകത്ത് വന്നതിന് ശേഷം ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് ഒരു സെപ്പറേറ്റ് ആയിട്ടൊരു തീം. ഇപ്പോൾ നമ്മൾ നേരത്തെ സ്പോട്ട്ലൈറ്റ് ആണ് യൂസ് ചെയ്യുന്ന തീം. അപ്പോൾ അതിൽ നിന്ന് മാറ്റിയിട്ട് ഇപ്പോൾ ഉണ്ടല്ലോ പുതിയൊരു തീം വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മളിവിടെ കസ്റ്റമൈസേഷൻ കൊടുക്കുകയാണ്. കസ്റ്റമൈസേഷൻ കൊടുക്കുമ്പോൾ നമുക്ക് ഇപ്പോൾ നിങ്ങൾക്ക് ഹോം പേജ് കസ്റ്റമൈസ് ചെയ്യണമെങ്കിൽ ഹോം പേജ് കസ്റ്റമൈസ് ചെയ്യാം. ഇപ്പോൾ ഇനിയിപ്പോൾ നമുക്ക് പ്രോഡക്റ്റ് പേജാണ് പോകണമെങ്കിൽ പ്രോഡക്റ്റ് പേജിലോട്ട് പോവാം. ഓക്കെ, നമുക്ക് എക്സാക്ട്ലി ആ ഒരു പർട്ടിക്കുലർ പ്രോഡക്റ്റ് പേജിലോട്ട് തന്നെ പോവാം. ഞാൻ അതിനു വേണ്ടി ഒരു ടെംപ്ലേറ്റ് ക്രിയേറ്റ് ചെയ്യുകയാണ്. അല്ലെങ്കിൽ നമ്മൾ ഏതെങ്കിലും ഇതുപോലത്തെ ടീഷർട്ട്സ് പ്രോഡക്റ്റ് പേജൊക്കെ കയറി വരും. പർട്ടിക്കുലർ പ്രോഡക്റ്റിൽ പോയതിനു ശേഷം ഇതിൻ്റെ കോസ്റ്റ് മാറ്റാണ്, ഒരു 4999 ആക്കുക. ക്വാണ്ടിറ്റി ആഡ് ചെയ്തു. നമുക്ക് ഇതിൻ്റെ ഒരു ഹെഡിങ് മാറ്റിയിട്ട് നമുക്കൊരു ഡോക്ടർ ഓർത്തോ ചുമ്മാ ഞാൻ കൊടുക്കുകയാണ്. അത് അങ്ങനെ ഒരു ബ്രാൻഡാണെന്ന് വെച്ചോ. ഇപ്പോൾ ഡോക്ടർ ഓർത്തോ ആണ് നമ്മളുടെ ബ്രാൻഡ് നെയിമെങ്കിൽ അങ്ങനെ ഒരു രീതിയിൽ നമുക്ക് വയ്ക്കാം. അതിനുശേഷം നമ്മൾ ഇവിടെ വന്നതിന് ശേഷം ഓക്കെ ഇവിടെ ഡീഫോൾട്ട് പ്രോഡക്റ്റ് മാറ്റിയിട്ട് നീ മസാജർ കൊടുക്കുക. അപ്പോൾ നമുക്ക് ഈ പർട്ടിക്കുലർ പ്രോഡക്റ്റ് തന്നെ നമുക്ക് അവിടെ എഡിറ്റ് ചെയ്യാം. ഞാൻ ഇത് സ്പീഡായിട്ട് ചെയ്ത് പോവുകയാണ്. ആക്ച്വലി നിങ്ങൾക്ക് ഇതിപ്പോൾ ഒരു വീഡിയോയ്ക്കകത്ത് കംപ്ലീറ്റ് ആയിട്ട് ചെയ്യാൻ പാടാണതെല്ലാം. ഓക്കെ, നമുക്ക് ആ പർട്ടിക്കുലർ പ്രോഡക്റ്റ് നമുക്ക് എഡിറ്റ് ചെയ്യാൻ കിട്ടും. അപ്പം നമ്മൾ ഇത് ചെയ്യാം. ഈ ഇത് വേണമെങ്കിൽ നമുക്ക് ഈ റിവ്യൂസൊക്കെ നമുക്ക് വേണമെങ്കിൽ നമ്മൾ ഓൾറെഡി എന്താ പറയുക മറ്റേ ഇതുണ്ടല്ലോ ജസ്മി നമ്മൾ ക്രിയേറ്റ് ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. നമുക്ക് ഇവിടെ ഇത് വേണമെങ്കിൽ നമുക്ക് ഓഫ് ചെയ്യാം. ഇത് ജസ്റ്റ് ഡിസൈനാണ്. ഇത് നമുക്ക് ആ റിവ്യൂ ബേസ്ഡ് ആയിട്ട് വരുന്നില്ല. ഇത് ജസ്റ്റ് ഒരു റിവ്യൂ സ്റ്റാറിൻ്റെ ഡിസൈൻ മാത്രമാണ്. ഇപ്പോൾ നിങ്ങൾക്ക് ഇത് കാണാൻ പറ്റും കണ്ടോ. ഓരോ സെഷൻസും ഓരോ ഈ ഓരോ ഡിസൈൻസ് ആയിട്ട് ഓരോ
മീൻസ് ഓരോ ഡിസൈൻസ് ആയിട്ട് ഇങ്ങനെ വെച്ചേക്കുന്നതാണ്. അപ്പോൾ നമ്മൾ നേരത്തെ ക്രിയേറ്റ് ചെയ്ത കൊളാപ്സബിൾ റോ, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള റിവ്യൂസ്, ഇപ്പോൾ ഇതൊക്കെ ഓരോരോ ഡിസൈൻസ് ആയിട്ട് ഓരോ സെഷൻസ് ആയിട്ട് അവർ അറേഞ്ച് ചെയ്ത് വെച്ചേക്കുന്നതാണ്. അപ്പോൾ നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ മാറ്റാം, നമുക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ വേണമെങ്കിൽ ആഡ് ചെയ്യാം. ഇപ്പോൾ ഞാനിവിടെ ഈ ഒരു റിവ്യൂ സ്റ്റാർട്സ് ഞാൻ അത് ഓഫ് ചെയ്യാണ്, കാരണം നമുക്ക് ഓൾറെഡി ജസ്മിയിൽ വെച്ചിട്ട് നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് ഒരു റിവ്യൂ സ്റ്റാർ കൂടെ വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ നമുക്ക് ഇതേപോലെ വയ്ക്കാം. അപ്പോൾ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇത് മാറ്റാം. പിന്നെ ഈ ഷിപ്പിംഗ് കാൽക്കുലേറ്റഡ് ചെക്കൗട്ട് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. ആക്ച്വലി നിങ്ങൾക്ക് ഷിപ്പിംഗ് ഒക്കെ ഫ്രീ ആണെങ്കിൽ നമ്മൾ ഇങ്ങനെ ഒരു മെത്തേഡ് വെക്കേണ്ട കാര്യമില്ല. ഇത് നമുക്ക് ഇത് മാറ്റാം, കാരണം ഷിപ്പിംഗ് ഫ്രീ ആകുമ്പോൾ ഇത് മേ ബി ഒരു ആളുകൾക്കൊരു അവിടെ കാണുമ്പോൾ യൂസേഴ്സിനൊരു ഓക്കെ ഷിപ്പിംഗ് നമുക്ക് എക്സ്ട്രാ ഷിപ്പിംഗ് ഉണ്ടെന്നുള്ള തോന്നലൊക്കെ ഉണ്ടാവും. അപ്പോൾ അത് നമുക്ക് ഇവിടെ നിന്ന് മാറ്റാം. അപ്പോൾ അതിന് മാറ്റാൻ വേണ്ടി നിങ്ങളിവിടെ വരേണ്ടത്, നിങ്ങളുടെ ഓൺലൈൻ സ്റ്റോർ വരിക, ആ പർട്ടിക്കുലർ ആയിട്ടുള്ള ആ തീം വന്നതിന് ശേഷം ഇവിടെ വന്നിട്ട് എഡിറ്റ് ഡീഫോൾട്ട് തീം കണ്ടന്റ് കൊടുക്കുക. അപ്പോൾ ഇതിനകത്ത് ഈ ഒരു പോയിന്റ് ഇത് നമുക്കൊന്ന് ഷിപ്പിംഗ് കാൽക്കുലേറ്റഡ് ചെക്കൗട്ട് ഒന്ന് ഇവിടെ സെർച്ച് ചെയ്താൽ മതി. ഷിപ്പിംഗ് ഒന്ന് സെർച്ച് ചെയ്താൽ കഴിഞ്ഞാൽ നമുക്കിവിടെ ഈ ഇതൊക്കെ വേണമെങ്കിൽ ഇത് ചെയ്യാം. ഓരോരോ പേജസിലാണ്. ഇപ്പോൾ കാർട്ട് പേജസിൽ ഇങ്ങനെ ഷിപ്പിംഗ് കാൽക്കുലേറ്റഡ് ചെക്കൗട്ട് ഉണ്ടെങ്കിൽ നമുക്ക് മൂവ് ചെയ്യാം. നമ്മൾ ടാക്സസ് ഇൻക്ലൂഡ് മാത്രം ഇട്ടാൽ മതി. ഓക്കെ, സേവ് കൊടുക്കുക. നമുക്ക് വേണ്ടത് പ്രോഡക്റ്റ് പേജിലുള്ള ഷിപ്പിംഗ് കാൽക്കുലേറ്റഡ് ചെക്കൗട്ട് മാറ്റാനാണ്. അപ്പോൾ അതിന് സെർച്ച് ചെയ്ത് നോക്കണം. ഇപ്പോൾ നമുക്കിവിടെ പ്രോഡക്റ്റിൻ്റെ അവിടെ പ്രോഡക്ട്സ് എന്ന് പറഞ്ഞ കാറ്റഗറി വരും. അതിനകത്തുണ്ടോ ഈ ഒരു ലിങ്ക് ഇങ്ങനെ കാണാൻ പറ്റും. ഇപ്പോൾ ഷിപ്പിംഗ് കാൽക്കുലേറ്റഡ് ചെക്കൗട്ട്. അപ്പോൾ ഇത് റിമൂവ് ചെയ്യാം, കാരണം അതങ്ങനെ ഉണ്ടെങ്കിൽ യൂസേഴ്സിനൊരു ആക്ച്വലി കാണുമ്പോൾ നമ്മൾ എക്സ്ട്രാ ഒരു അഡീഷണൽ ഷിപ്പിംഗ് കോസ്റ്റ് അവിടെ ഉണ്ടാവാൻ ഉണ്ടെന്നുള്ളൊരു തോന്നലുണ്ടാകാം. ഓക്കെ, അപ്പോൾ അത് നമുക്ക് മാറ്റാം. അപ്പോൾ അതൊന്ന് റിഫ്രഷ് ചെയ്ത് കഴിഞ്ഞാൽ അത് അവിടെ നിന്ന് മൂവ് ചെയ്യുന്നതാണ്. ഓക്കെ, അത് മൂവായി. പിന്നെ ഇത് ഇപ്പം നമ്മളുടെ പ്രോഡക്റ്റ് അപ്പീലിംഗ് ആയിട്ടുള്ള രീതിയിൽ നമുക്ക് ഇവിടെ ഇത് വയ്ക്കാം. മീൻസ് ഇത് ഈ ആപ്പ് പറയുന്നത് പോലെ തന്നെ ഉള്ള സബ് ഹെഡ്ലൈൻസ് ഒന്നും വെക്കണമെന്നില്ല. നമുക്ക് നമ്മുടെ രീതിയിൽ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ വെക്കാം. ഇപ്പം ഞാനത് ചെയ്യുന്നില്ല. അത് നിങ്ങളിപ്പോൾ നിങ്ങളുടെ നിങ്ങളുടെ പ്രോഡക്റ്റ്സ് ഏതാണോ വരുന്നത് അതിനനുസരിച്ച് വെച്ചാൽ മതി. പിന്നെ കളർ സ്കീംസ് ഒക്കെ നമുക്ക് വേണമെങ്കിൽ കുറച്ചുകൂടെ ബെറ്റർ ആക്കി എടുക്കാം. കളർ സ്കീംസ് ഒക്കെ നിങ്ങൾ ഇപ്പം നമ്മുടെ ബ്രാൻഡിന് അപ്പീലിംഗ് ആയിട്ടുള്ള കളർ സ്കീംസിലോട്ട് നമുക്ക് പോകാം. അപ്പോൾ അവിടെ നിന്ന് ഞാൻ ചെയ്യുന്നില്ല. ഇപ്പോൾ ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ ഇതിനകത്ത് തന്നെ ഉണ്ട്. ഇപ്പോൾ നമ്മളുടെ ഏത് ദിവസം നമുക്ക് എത്ര ദിവസത്തിനകത്ത് നമുക്ക് ഷിപ്പ് ചെയ്യാൻ പറ്റും ഓക്കെ എന്നുള്ള രീതിയിലൊക്കെ നമുക്കിവിടെ വെക്കാൻ പറ്റും. ഇതൊക്കെ എക്സാക്ട്ലി നമ്മളിപ്പോൾ അധികം ഡീറ്റെയിലിംഗ് ആയിട്ട് നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്യേണ്ട കാര്യമില്ല. ഓൾറെഡി ഇതിനകത്തുള്ള കോണ്ടന്റിന് എന്തെങ്കിലും ഡിഫറൻസ് ഉണ്ടെങ്കിൽ അത് മാത്രം നിങ്ങൾ മാറ്റിയാൽ മതി. ഇപ്പോൾ പിന്നെ അടുത്ത് വരുന്നത് ഈ സ്ക്രോളിംഗ് ടെക്സ്റ്റ് ബാർ. ഇപ്പോൾ നമുക്ക് നിങ്ങളുടെ കാര്യങ്ങൾ ഇതിനകത്ത് ഇപ്പോൾ നമ്മളെ പ്രോഡക്റ്റ് ബേസ്ഡ് ആയിട്ടുള്ള ഇപ്പോൾ എത്ര കസ്റ്റമേഴ്സ് വാങ്ങിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ എത്ര ഇപ്പോൾ അവാർഡ് വിന്നിങ് നീ റിലീഫ്, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്കിത് ഇതിനകത്ത് ആഡ് ചെയ്യാം. പക്ഷേ ഈ ഒരു സ്ക്രോളിങ് ചെയ്ത് പോകുന്നത് യൂസേഴ്സിൻ്റെ അറ്റൻഷനൊക്കെ ഇപ്പോൾ ബെറ്റർ ആയിട്ട് കൊണ്ടുവരാൻ പറ്റും. പിന്നെ ഇതുപോലത്തെ ഇമേജസ്, ഇതൊക്കെ ഉണ്ടല്ലേ, ഈ ഒരു മീഡിയ സ്ലൈഡറാണ്. ഇത് നമുക്ക് ഇമേജസ് ആഡ് ചെയ്യുന്നതാണ്. ഇതൊക്കെ ഇതിനകത്ത് ക്രിയേറ്റ് ചെയ്ത ഇമേജസ് ആണ്. ഓൾറെഡി നമുക്ക് ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ വയ്ക്കാം. ഇത് വയ്ക്കാം. ഇത് ഇങ്ങനെയുള്ള ഇതൊക്കെ ഞാൻ ഇപ്പോൾ ഇതൊക്കെ എഡിറ്റ് ചെയ്യുന്നില്ല, കാരണം ഇതിപ്പോൾ എഡിറ്റ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മേ ബി നമ്മൾ ഇരുന്നിട്ട് ഇതിൻ്റെ സ്ക്രിപ്റ്റൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് കംപ്ലീറ്റ് ആയിട്ട്, സ്ക്രിപ്റ്റ് മീൻസ് ഇതിൻ്റെ ഒരു കംപ്ലീറ്റ് സ്ട്രക്ചർ ഒന്ന് പ്ലാൻ ചെയ്തിട്ട് നമ്മളുടെ പ്രോഡക്റ്റിനനുസരിച്ച് നമുക്ക് പല കാര്യങ്ങൾ വയ്ക്കാം. കാരണം ഓൾറെഡി ഫുൾ ഡിസൈൻ സ്ട്രക്ചറുണ്ട്. നമുക്ക് ഇനി വേണ്ടത് ഇതിൻ്റെ ഒരു കോണ്ടന്റ് സ്ട്രക്ചർ അതിനകത്ത് ആഡ് ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ അത് ടൈം എടുത്ത് വേണം നമ്മൾ ചെയ്യാൻ. ഇത് ഇപ്പോൾ ജസ്റ്റ് ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്നുള്ളത് കാണിച്ചു തരാനേ പറ്റൂ. നമുക്ക് ഇത്രയും പെർഫെക്റ്റ് ആയിട്ട് കൊണ്ടുവരണമെങ്കിൽ മേ ബി ടൈം ഒരുപാട് പോകും. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് കാര്യങ്ങളൊക്കെ ഇത് ചെയ്യുക. നമുക്ക് ഇതേപോലത്തെ ഇമേജസ് ഒക്കെ വേണമെങ്കിൽ മാറ്റിയിട്ട് നമുക്ക് ഇപ്പം നാനോ ബനാനൊക്കെ വേണം യൂസ് ചെയ്ത് നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ടുള്ള ഇമേജസ് ഒക്കെ കൊണ്ടുവരാം. ഓക്കെ,
പിന്നെ ഇനി ഉള്ളത് നമുക്ക് ഇതാണ് ഹെഡ് മെനൂസ് ഓപ്ഷനാണ്. ഇപ്പോൾ മെനൂസ് ഓപ്ഷൻ നമുക്ക് ഇപ്പോൾ റീപ്ലേസ് ചെയ്യാം. വേണമെങ്കിൽ നമ്മളുടെ എബോട്ടസ് സെഷൻസ് നമുക്കിവിടെ കൊണ്ടുവരാം. ഇപ്പോൾ ഈ ടെക്സ്റ്റൊക്കെ വേണമെങ്കിൽ മാറ്റിയിട്ട് നമുക്ക് നമ്മളുടെ സെഷൻസിൻ്റെ ഇത് തന്നെ നമുക്ക് കൊണ്ടുവരാം. ഓക്കെ, ഈ രീതിയിൽ കാര്യങ്ങൾ വയ്ക്കാം. ഇത് സേവ് ചെയ്യുക. അപ്പോൾ ചെയ്തതിന് ശേഷം എല്ലാം അങ്ങ് സേവ് ചെയ്യുക. പിന്നെ അതിനുശേഷം നമുക്ക് ഇനി വെക്കാനുള്ള ഇതിനകത്ത് വെക്കാനുള്ള നമ്മുടെ ഇതാണ് റിവ്യൂസ് ആണ്. അപ്പോൾ റിവ്യൂസ് ഓൾറെഡി നമുക്ക് ഇപ്പോൾ ഓൾറെഡി ജഡ്ജ്മി എന്ന് പറഞ്ഞ റിവ്യൂ നമുക്ക് ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിനെ നമുക്ക് ഇതിനകത്തോട്ട് കൊണ്ടുവരണം. ഓക്കെ, അപ്പോൾ അതിന് നമുക്ക് ഇവിടെ വരേണ്ടത് നമുക്ക് ഈ ഒരു സെഷനിലോട്ട് വന്നിട്ട് നമുക്ക് റിവ്യൂസ് വെക്കേണ്ട ഒരു സ്ഥലം ഇവിടെയാണ്. ഇവിടെ വയ്ക്കാം. ഓക്കെ, ഇവിടെയാണ്. ഓക്കെ, ഇവിടെ ഈ ഒരു സ്ഥലത്താണ് റിവ്യൂസ് വയ്ക്കേണ്ടത്. ഇവിടെ വന്നിട്ട് നമുക്ക് സെഷൻ ഇവിടെ പ്ലസ് കൊടുക്കുക. എന്നിട്ട് ആപ്സിനകത്ത് പോയതിന് ശേഷം റിവ്യൂ സ്റ്റാർ റേറ്റിംഗ്സ് വയ്ക്കാം. അപ്പോൾ ഈ ഒരു പ്രോഡക്റ്റിന് റിവ്യൂ നമ്മൾ ആഡ് ചെയ്തിട്ടില്ല. അപ്പോൾ റിവ്യൂ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ആക്ച്വലി ഇതിനകത്ത് റിവ്യൂസ് വരും. പിന്നെ അതോടൊപ്പം തന്നെ ഈ റിവ്യൂ വിഡ്ജറ്റ് ഇവിടെ നമുക്കിവിടെ ആഡ് ചെയ്യണം. അപ്പം അതിന് വേണ്ടി നമ്മളിവിടെ വരേണ്ടത് കുറച്ചുകൂടെ മുകളിൽ നമുക്ക് വേണമെങ്കിൽ ആഡ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്കിവിടെ ആഡ് ചെയ്യാം. ഇവിടെ നമുക്ക് ആഡ് ചെയ്യാം. ആപ്സിനകത്ത് റിവ്യൂവിൻ്റെ വിഡ്ജറ്റ് ആഡ് ചെയ്യാം. ഓക്കെ, സോ നമ്മളിവിടെ റിവ്യൂസ് ആഡ് ചെയ്ത് ഇവിടെ റിവ്യൂസ് വന്നിട്ടുണ്ട്. ഇപ്പോൾ റിവ്യൂസിൻ്റെ നമുക്കിവിടെ വന്നാലും റിവ്യൂസിൻ്റെ വിഡ്ജറ്റ്സ് ഇപ്പോൾ പുതിയൊരു തീം ആയതുകൊണ്ട് ആക്ച്വലി നിങ്ങളിപ്പോൾ റിവ്യൂസ് ഇതിനകത്ത് ആഡ് ചെയ്യുമ്പോൾ ഇതിനകത്ത് വന്നതിന് ശേഷം ആ ഒരു റിവ്യൂവിൻ്റെ ആപ്പ് ഇവിടെ എംബഡ് ചെയ്യണം. എംബഡ് ചെയ്തത് ഓൺ ചെയ്യണം, എന്നാലേ അത് ഇവിടെ റിഫ്ലക്റ്റ് ആകത്തുള്ളൂ. അപ്പോൾ നമുക്കിവിടെ റിവ്യൂവിൻ്റെ കാര്യങ്ങൾ ഇവിടെ വന്നിട്ടുണ്ട്. നമ്മൾ ഇവിടെ നേരത്തെ ആഡ് ചെയ്ത സെയിം റിവ്യൂസ് ഞാൻ ഇങ്ങോട്ട് കോപ്പി ചെയ്തിട്ടാണ്. അപ്പോൾ റിവ്യൂസ് നമുക്കിവിടെ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവിടെ ഈ ഒരു പർട്ടിക്കുലർ ആയിട്ടുള്ള ഒരു പേജ് നോക്കുമ്പോൾ നമുക്കിവിടെ ആഡ് ചെയ്യാനുള്ള ഇനി അടുത്തൊരു കാര്യം ഈ ഒരു ബണ്ടിൽ ആപ്പാണ്. ആക്ച്വലി ഇത് ഒരു അഡീഷണൽ ആയിട്ട് നമ്മൾ വെക്കുന്ന ഒരു ആപ്പാണ്. ഇത് തീമിനകത്ത് വരുന്നില്ല, തീം ഡിസൈൻ അല്ല. അപ്പോൾ എക്സാക്ട്ലി ഈ തീമിൽ നമുക്ക് റെപ്ലിക്കേറ്റ് ആയി വരുന്നത് അതിൻ്റെ തീം ഡിസൈൻസ് മാത്രമാണ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് വന്നത് ഇതൊക്കെ അഡീഷണൽ ആയിട്ടൊരു ആപ്പാണ്. ഓക്കെ, ഇതും മേ ബി അഡീഷണൽ ആയിട്ട് ആപ്പ് ആയിരിക്കാം, മേ ബി ഇത് ഡിസൈൻ ആണെന്ന് തോന്നുന്നു. ഇത് വന്നത് അഡീഷണൽ ആയിട്ട് ആപ്പാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു ആപ്പും കൂടെ എങ്ങനെ വെക്കാൻ നോക്കാം. അപ്പോൾ ഇതിന് ആക്ച്വലി 2-3 ആപ്സുകളുണ്ട്. ഇപ്പോൾ നേരത്തെ നമ്മൾ ഈ ആപ്സിനെ കുറിച്ച് ഡിസ്കസ് ചെയ്തതാണ്. ഇപ്പോൾ അതിൽ ഒരു ആപ്പായിരുന്നു നമുക്ക് ഇതാണ് ഇപ്പോൾ ഡിസ്കൗണ്ടിൻ്റെ ആപ്പ്. അപ്പോൾ അതിനകത്ത് ഈ നമുക്ക് ഒരു ആപ്പ് ഈ പ്രൈം ബണ്ടിൽസ് എന്ന് പറഞ്ഞ ആപ്പ് യൂസ് ചെയ്യാം. ആക്ച്വലി ഇത് അത്യാവശ്യം നല്ലൊരു ആപ്പാണ്. നമുക്ക് ഏകദേശം ഇതേ ലുക്കിലൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു ആപ്പാണ്. പ്രൈം ബണ്ടിൽ എന്ന് പറഞ്ഞ ആപ്പുണ്ട്. ഇത് പുതിയൊരു ആപ്പാണ്. ഇപ്പോൾ കുറച്ച് റേറ്റിംഗ്സേ ഉള്ളൂ, ബട്ട് സ്റ്റിൽ നല്ലൊരു ആപ്പാണ്. പിന്നെ കാച്ചിങ് ബണ്ടിൽസിൻ്റെ ആപ്പുണ്ട്. കാച്ചിങ്ങും കുഴപ്പമില്ല, അത്യാവശ്യം നല്ലൊരു ആപ്പാണ്. കാച്ചിങ് എനിക്ക് തോന്നുന്നു കുറച്ച് എക്സ്പെൻസീവ് ആണെന്ന് തോന്നുന്നു. അല്ല, ഓൾമോസ്റ്റ് ഈ ഒരു റേറ്റ് ആണ്. പിന്നെ നമുക്കിവിടെ ഈ പ്രൈം ആഡ് ചെയ്യാം. പ്രൈം ബണ്ടിൽസ് ഇപ്പം ഞാൻ 2-3 സ്റ്റോറുകളിൽ ആഡ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല രീതിയിൽ വർക്ക് ആവുന്നുണ്ട്. ഞാൻ പ്രൈം ഇവിടെ ആഡ് ചെയ്യാണ്. ഓക്കെ, പ്രൈമിന് ഒറ്റ പ്രൈസിങ്ങേ ഉള്ളൂ. നിങ്ങൾക്ക് ഓൾമോസ്റ്റ് $14 എന്താണ് എൻ്റെ കോസ്റ്റ് വരുന്നത്. 14 days ഫ്രീ ട്രയൽ ഉണ്ട്. അതിന് ശേഷമാണ് പ്രൈം ബണ്ടിൽസിൻ്റെ ഒരു കോസ്റ്റ് വരുന്നത്.
ആപ്പ് ഇൻസ്റ്റാൾ ആവുന്നു. ഓക്കെ, ഇത് 14 days ആണ് അതിൻ്റെ ട്രയൽ വരുന്നത്. അതിനുശേഷം നമ്മളിപ്പോൾ ഇത് അപ്രൂവ് കൊടുക്കുക. $15 ആണ് പെർ മന്ത്. ഇപ്പോൾ നമുക്ക് ഇപ്പോൾ നിങ്ങൾ ഇതേപോലത്തെ പ്രോഡക്റ്റ്സ് ഒക്കെ ചെയ്യുമ്പോൾ ആക്ച്വലി ഇതുപോലത്തെ ബണ്ടിൽ ആപ്സുകൾ യൂസ് ചെയ്യുന്നത് നല്ലതാണ്. ഇപ്പോൾ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ നമ്മൾ സംസാരിച്ചൊരു ആപ്പ് ഉണ്ടല്ലോ, ഈ വോളിയം ഡിസ്കൗണ്ടിൻ്റെ ആപ്പ്, അതും വെക്കാം. ബട്ട് അതിന് ഈ ഒരു UI ലുക്ക്, ആക്ച്വലി ഇതേപോലത്തെ ഒരു UI ലുക്ക് വരാൻ വേണ്ടിയാണ് ഞാൻ ഈ ഒരു ബണ്ടിൽ ആപ്പ് വെക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് ബണ്ടിൽ ആപ്സുകൾ ഒരുപാട് ആപ്സുകളുണ്ട്. നിങ്ങൾക്ക് ഓരോരോ ആപ്സുകളായിട്ട് അതിൻ്റെ പ്രിവ്യൂ ഒക്കെ നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് അത് വർക്കൗട്ട് ചെയ്യുന്നതാണ്. മേ ബി ഇതിലെല്ലാം കൂടെ നമുക്ക് എല്ലാത്തിൻ്റെ റിവ്യൂ പറയാൻ പാടാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഈസി ആയിട്ട് ഇൻസ്റ്റാൾ ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്പ് ഞാൻ ഇപ്പോൾ ഇവിടെ എടുത്തത്. അപ്പോൾ ഞാനിവിടെ ഈ പ്രൈം ബണ്ടിൽസ് ഒന്ന് ആക്ടിവേറ്റ് ചെയ്യണം. അപ്പോൾ ആപ്പ് എംബഡ് ചെയ്യുന്നത് അവിടെ ആക്ടിവേറ്റ് ചെയ്യണം. ഇവിടെയാണ് ഒരുപാട് ഇത് ടാബ് ഓൺ ചെയ്ത് വെച്ചേക്കുന്നുണ്ട്. ആക്ച്വലി എല്ലാം കൂടെ അങ്ങ് സ്റ്റക്കായി നിൽക്കുകയാണ്. ഓക്കെ, ഇനി ആക്ടിവേറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതിനകത്ത് ഒരു ബണ്ടിൽ നമുക്ക് ക്രിയേറ്റ് ചെയ്യിപ്പിക്കണം. ഓക്കെ, ഇപ്പോൾ ഡീഫോൾട്ടായിട്ട് ഒരു ബണ്ടിൽ കിടപ്പുണ്ട്. ഞാൻ മാറ്റിയതിന് ശേഷം ഞാൻ പുതിയൊരു ബണ്ടിൽ ഇവിടെ ക്രിയേറ്റ് ചെയ്യുകയാണ്. ആഡ് ന്യൂ ബണ്ടിൽ കൊടുക്കുക, ബണ്ടിൽ 1 കൊടുക്കുക. ഇപ്പോൾ ഡിസൈൻ പ്രോഡക്റ്റ് പ്ലസ് പ്രീസെറ്റ് ഡിസൈനിങ്, ഈ ഒരു ഡിസൈൻ ഞാൻ കൊടുക്കുകയാണ്. ഓക്കെ, ഫസ്റ്റ് ഡിസൈൻ തന്നെ കൊടുക്കാം. ക്രിയേറ്റ്, സിംഗിൾ പ്രോഡക്റ്റിന് ഇത് മൾട്ടിപ്പിൾ പ്രോഡക്റ്റ് ആണെങ്കിൽ 10% ഡിസ്കൗണ്ട്, 2 ക്വാണ്ടിറ്റീസിന് 3 ക്വാണ്ടിറ്റീസിന് 15% ഡിസ്കൗണ്ട്, ഈ രീതിയിൽ വയ്ക്കുകയാണ്. ഇപ്പോൾ നമുക്ക് ഇതിൻ്റെ ഒരു പ്രോഡക്റ്റിൻ്റെ സൈഡ് ഇങ്ങനെയൊക്കെയുള്ള ബണ്ടിൽ ലേഔട്ട്, ബണ്ടിൽ സ്റ്റൈല്, ഇതൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും ഇവിടെ. അതിനുശേഷം നമ്മൾ നെക്സ്റ്റ് കൊടുത്തതിന് ശേഷം ഡിസൈനിൽ കൊടുത്തതിന് ശേഷം ഡിസൈൻ ഏത് വേണമെന്ന് സെലക്ട് ചെയ്യാം. ഓക്കെ, സെറ്റിങ്സിൽ പോയതിനു ശേഷം ഏതൊക്കെ പ്രോഡക്ട്സിന് ഈ ബണ്ടിൽ വേണമെന്നുള്ളതാണ്. അപ്പോൾ നമ്മളിവിടെ സെലക്റ്റഡ് പ്രോഡക്ട്സ് കൊടുത്തിട്ട് നമ്മളിപ്പോൾ ക്രിയേറ്റ് ചെയ്ത ഈ പ്രോഡക്ട്സിൻ്റെ ബണ്ടിലാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, സേവ് കൊടുക്കാം. സേവ് ആയിട്ടുണ്ട്. ഇപ്പോൾ നമുക്ക് ഫ്രണ്ടിൽ നോക്കാം ഇത് വന്നിട്ടുണ്ടോ എന്ന്. ഓക്കെ, നമുക്ക് ഇനി ബണ്ടിൽ ആപ്പ് ഇവിടെ ആഡ് ചെയ്യണം. നമ്മുടെ പ്രോഡക്റ്റ് ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം, എന്നാലേ ഇവിടെ കാണിക്കത്തുള്ളൂ. അപ്പോൾ അതിന് നമുക്ക് ഇവിടെ വന്നതിന് ശേഷം പ്രോഡക്റ്റ് പേജിനകത്ത് ഇപ്പോൾ നമുക്ക് ബണ്ടിൽ ആപ്പ് വെക്കേണ്ട ഒരു സ്ഥലം എന്ന് പറയുന്നത് ആക്ച്വലി ഇവിടെ ഈ ഓൾറെഡി വന്നിട്ടുണ്ട്. ഓക്കെ, ആഡ് ആയിട്ടുണ്ട്. അത് ഓൾറെഡി ആഡ് ആയിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതുപോലത്തെ ഒരു ബണ്ടിൽ ആപ്പ് നമുക്കിവിടെ സെറ്റായി. അപ്പോൾ ഇതിനനുസരിച്ച് നമുക്ക് ഇത് വർക്കൗട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ് പേജ് ഓൾമോസ്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി ഞാൻ പറഞ്ഞതുപോലെ നമുക്ക് സ്ട്രക്ചർ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് സ്ട്രക്ചറിൻ്റെ അകത്തുള്ള കോണ്ടന്റുകൾ നമുക്ക് വയ്ക്കാം. ഇനി നമുക്ക് ഇതിനകത്ത് മറ്റേ വീഡിയോ ആഡ്സും വീഡിയോയുടെ ക്രോസിൽ ആഡ്സ് ഇതൊക്കെ വയ്ക്കാം. വീഡിയോസിന് നമുക്ക് ഇതിനകത്തും ഈ ആപ്പിനകത്തും നമുക്ക് ഓപ്ഷനുണ്ട്. ഈ ആപ്പിനകത്ത് തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇവിടെ നിങ്ങളിവിടെ വന്നു കഴിഞ്ഞാൽ ഇവിടെ വീഡിയോസ് സെഷൻസ് വയ്ക്കാനുള്ള ഓപ്ഷൻ ഇവിടെ ഉണ്ട്. ഇപ്പോൾ സെഷൻസിനകത്ത് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഇവിടെ മീഡിയയുടെയും നമുക്ക് വീഡിയോസ് വയ്ക്കാനുള്ള ഓപ്ഷൻ ഉണ്ട്. ഇതൊരു ഓപ്ഷൻ ഉണ്ട്. അല്ലെങ്കിൽ നിങ്ങൾക്ക് നമ്മളിവിടെ നേരത്തെ ഇൻസ്റ്റാൾ ചെയ്ത റീലിഫൈഡ് ആപ്പ് ഇവിടെ ഉണ്ട്. റീലിഫൈഡ് ആപ്പ് ഉണ്ടോ, റീലിഫൈഡ് ഷോപ്പബിൾ റീലിഫൈഡ് ആപ്പ് നിങ്ങൾക്ക് വയ്ക്കാം. ഓക്കെ, അപ്പോൾ ഈ രീതിയിൽ നമുക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് വീഡിയോസൊക്കെ വെച്ചിട്ട് കുറച്ചുകൂടെ സൈഡിലുള്ള നമ്മളെ നേരത്തെ പാട്ടിൽ പറഞ്ഞതുപോലത്തെ ആ ഒരു UGC കോണ്ടൻറ്റോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ട് നിങ്ങൾക്ക് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് സൈറ്റ് നമുക്ക് വർക്കൗട്ട് ചെയ്യാം. സോ ഈ ഒരു കാര്യങ്ങളാണ് നമുക്കിവിടെ ചെയ്യാനുള്ളത്. ഇതുപോലെ പ്രോഡക്റ്റ് പേജ്, കളക്ഷൻ പേജ്, ഹോം പേജ് എന്നുള്ള കാര്യത്തിൽ നമുക്ക്
സെറ്റ് ചെയ്യാൻ പറ്റും. സോ ഇങ്ങനെ ഒരു ബെറ്റർ ആയിട്ടൊരു നമുക്കൊരു ഒരു ഹോം പേജും ഒരു പ്രോഡക്റ്റ് പേജും കളക്ഷൻ പേജൊക്കെ നമുക്ക് ഇവിടെ ഒരു ബേസ്ഡ് ആയിട്ടൊരു ആപ്പ് വെച്ച് ബിൽഡ് ചെയ്യാം. അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ ഇനിയും ഇതിനകത്ത് കുറച്ചുകൂടെ കാര്യങ്ങൾ നമുക്ക് ആഡ് ചെയ്യാനുണ്ട്. പക്ഷേ വീഡിയോ അത്രയും ലോങ് ആവുന്നുണ്ട് നമുക്കത് ഞാൻ വീഡിയോയ്ക്കകത്ത് ഇൻക്ലൂഡ് ചെയ്യുന്നില്ല. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി കാണും എങ്ങനെ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റായിട്ട് ബിൽഡ് ചെയ്യാന്നുള്ള കാര്യങ്ങൾ മനസ്സിലായി കാണും. പിന്നെ ഇതിൻ്റെ ഈ ഒരു ആപ്പിൻ്റെ സബ്സ്ക്രിപ്ഷൻ വരുന്നത് $29 ആണ്. പക്ഷേ ഇവിടെ നമുക്കൊരു ഹാക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളിപ്പോൾ ഒരു പ്രോഡക്റ്റ് മീൻസ് ഇവിടെ ക്രിയേറ്റ് ആയതിനു ശേഷം ഓൾമോസ്റ്റ് നിങ്ങളുടെ പ്രോഡക്ട്സ് കാര്യങ്ങളെല്ലാം നിങ്ങൾക്ക് ഇവിടെ വർക്കായതിനു ശേഷം മീൻസ് ഇതൊരു തീം ക്രിയേറ്റ് ആയതിനു ശേഷം നിങ്ങൾ ഈ ഒരു ആപ്പ് ഡിലീറ്റ് ചെയ്യുകയാണെങ്കിലും ആക്ച്വലി നിങ്ങളിപ്പോൾ ഈ ഒരു ആപ്പ് നമ്മളിവിടെ ഡിലീറ്റ് ചെയ്യാമെന്ന് വെച്ചോ. ഡിലീറ്റ് ചെയ്യുകയാണെങ്കിലും ഇപ്പോൾ ഈ ആപ്പ് ഡിലീറ്റ് ചെയ്യാണ് ഇവിടെ. ഡിലീറ്റ് ചെയ്യണമെങ്കിലും ഓൾമോസ്റ്റ് ഈ സ്ട്രക്ചർ എല്ലാം അതേപോലെ തന്നെ കാണും. അപ്പോൾ നിങ്ങൾക്ക് വൺസ് ഇത് ഫ്രീ ട്രയലിൽ നിൽക്കുകയാണ്. ഇൻസ്റ്റാൾ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓൾമോസ്റ്റ് അതേപോലെ തന്നെ ഉണ്ടാവും. കാരണം ഇത് ചെറിയ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ടാവും. മീൻസ് ചെറിയ അതിൻ്റെ ഒരു ഐക്കൺസിൻ്റെ കാര്യങ്ങളൊക്കെ മാറ്റങ്ങളുണ്ടാവും. പക്ഷേ ഓൾമോസ്റ്റ് നിങ്ങൾക്ക് ആ ഒരു നിങ്ങൾ വെച്ച ആ ഒരു തീമില്ല, നമ്മളിപ്പോൾ ഡിസൈൻ ചെയ്ത തീമില്ല, അത് അതേപോലെ തന്നെ ഉണ്ടാവും. ഓക്കെ, അത് ഓൾമോസ്റ്റ് ഓക്കെ വർക്കൗട്ട് ചെയ്യാം. പിന്നെ നിങ്ങൾ ഇതിനകത്തൊന്ന് കുറച്ചുകൂടെ ഒന്ന് വർക്കൗട്ട് ചെയ്താൽ മതി. അപ്പോൾ അങ്ങനെ വേണമെങ്കിൽ നിങ്ങൾക്ക് $29 അടയ്ക്കാതെ തന്നെ ആ ഒരു കാര്യം യൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഈ അറ്റ്ലസിലൊന്നും അത് യൂസ് ചെയ്യാൻ പറ്റില്ല. അറ്റ്ലസൊക്കെ നിങ്ങൾ എടുത്താലേ പോകാൻ പറ്റും. അല്ലെങ്കിൽ മേ ബി ആ തീമിനകത്ത് ഒരു തീം ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഇൻ്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ചിലപ്പോൾ അതിനകത്ത് കൊടുത്തേക്കുന്ന ഐക്കൺസ് അതിൻ്റെ ഇതൊക്കെ പോകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഇതിനകത്തും അത് പോകുന്നുണ്ട്. ബട്ട് സ്റ്റിൽ നിങ്ങളിപ്പോൾ കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് പിന്നീടൊന്ന് നിങ്ങൾ വർക്കൗട്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇത് നിങ്ങൾക്ക് റീയൂസ് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ നമ്മളിപ്പോൾ നോക്കിയാലും ഈ ഒരു ഇവിടെ അതിൻ്റെ ഒരു ഇപ്പോൾ റീഫ്രഷ് ചെയ്താലും അതിൻ്റെ അധികം മീൻസ് നമ്മളിവിടെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള സെഷൻസ് ഒന്നും ഇവിടെ പോകുന്നില്ല. ഓക്കെ, അപ്പോൾ അങ്ങനെ വരുമ്പോൾ നമുക്ക് വീണ്ടും നമ്മളിപ്പോൾ യൂസ് ചെയ്ത ഡിസൈൻസ് കുറച്ചുകൂടെ ബെറ്റർ ആയിട്ട് നമുക്ക് അതേപോലെ തന്നെ നമുക്ക് യൂസ് ചെയ്യാനും പറ്റും. ഇപ്പോൾ നമ്മളിപ്പോൾ എടുത്ത പ്രോഡക്ട്സിൽ ഈ സെഷൻസും കാര്യങ്ങളൊന്നും ഇവിടെ പോകുന്നില്ല. നിങ്ങളിപ്പോൾ ആപ്പ് ഡിലീറ്റ് ചെയ്താലും ആ സെഷൻസ് പോകുന്നില്ല. കാരണം ഓൾറെഡി ആ ആപ്പ് അവിടെ സെഷൻസ് ക്രിയേറ്റ് ചെയ്ത് ആ തീമിനകത്ത് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ഡിസൈൻ ചെയ്തിട്ട് വേണമെങ്കിൽ 3 ഡേയ്സിനകത്ത് നിങ്ങൾക്ക് നല്ലൊരു പേജ് ഡിസൈൻ ചെയ്തിട്ട് നിങ്ങൾക്ക് ആപ്പ് അൺഇൻസ്റ്റാൾ ചെയ്താലും പ്രശ്നമില്ല. ഓക്കെ, അങ്ങനെയാണ് കണ്ടിട്ടുള്ളത്. ഇനി അത് മാറ്റുമെന്ന് അറിയത്തില്ല അവർ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു പേജ് നിങ്ങൾക്കൊരു ബ്രാൻഡഡ് സ്റ്റോർ ബിൽഡ് ചെയ്യണമെങ്കിൽ ഷോപ്പിഫൈയിൽ ഇങ്ങനെ ഒരു രീതിയിൽ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റും. ഇന്ന് വളരെ ഈസി ആയിട്ട് തന്നെ വിത്തിൻ മിനിറ്റ്സ് കൊണ്ട് അല്ലെങ്കിൽ വിത്തിൻ അവേഴ്സ് കൊണ്ട് നമുക്ക് ഒരു ഷോപ്പിഫൈയിൽ നല്ലൊരു സ്റ്റോർ നമുക്ക് ബിൽഡ് ചെയ്യാം. ഈവൻ നിങ്ങളൊരു കുറച്ചുകൂടെ പ്ലാൻഡ് ആയിട്ട് നിങ്ങളുടെ എന്താണോ ടോപ്പിക്ക് വെക്കേണ്ടതെന്നുള്ള വളരെ സ്ട്രക്ചേർഡ് ആയിട്ട് നിങ്ങളൊന്ന് പ്ലാൻ ചെയ്തിട്ട് ചെയ്യുകയാണെങ്കിൽ വിത്തിൻ അവേഴ്സ് കൊണ്ട് തന്നെ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ട് ഒരു നല്ലൊരു സ്റ്റോർ ബിൽഡ് ചെയ്തെടുക്കാൻ പറ്റും. ഓക്കെ, അതും നമ്മൾ നല്ലൊരു കൺവേർഷൻ ബേസ്ഡ് ആയിട്ട് മുന്നോട്ട് പോകാനും പറ്റും. അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോയിൽ മെയിനായിട്ട് നമുക്ക് പറയാനുള്ളത്. നമ്മളിപ്പോൾ ഷോപ്പിഫൈയുടെ ഓൾമോസ്റ്റ് കാര്യങ്ങളിവിടെ കവറായെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി എന്തെങ്കിലും നിങ്ങൾക്ക് ഞാൻ കഴിഞ്ഞ വീഡിയോയിലൊക്കെ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഇതിൻ്റെ അഡീഷണൽ ആയിട്ട് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ മെൻഷൻ ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോസ് ആയിട്ടൊക്കെ ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ ഒരു സീരീസ് ഈ ഒരു വീഡിയോയിലൂടെ ഞാൻ കംപ്ലീറ്റ് ആക്കാമെന്നാണ് വിചാരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് പറയാം. അത് ഞാൻ അടുത്ത വീഡിയോസിലോട്ടായിട്ടൊക്കെ ചെയ്യുന്നതായിരിക്കും. മീൻസ് മേജറായിട്ടുള്ള എന്തെങ്കിലും ഒരു പാർട്ട് വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് ഇനിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് അത് ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഇതുവരെ ഈ സീരീസ് ഫസ്റ്റ് തൊട്ട് കണ്ട എല്ലാവർക്കും താങ്ക്സ് ഉണ്ട്. കാരണം ഇത് വളരെ ചില വീഡിയോസൊക്കെ ചില പാർട്ടൊക്കെ വളരെ ലോങ് ആയിപ്പോയി. കാരണം നമ്മളിപ്പോൾ ചെയ്യാൻ വേണ്ടി മുമ്പിലിരിക്കുമ്പോൾ ഞാൻ ഇത് ഒരു കട്ടുമില്ലാതെ അങ്ങ് ചെയ്യുകയാണ്. അപ്പോൾ അതുകൊണ്ടാണത് വളരെ ലോങ് ആയി പോകുന്നത്. അപ്പോൾ അത് നിങ്ങൾക്ക് 1.5x ആണെങ്കിൽ ഇട്ട് കാണാം. മേ ബി ചിലപ്പോൾ ചെറിയ സില്ലി കാര്യങ്ങളൊക്കെ ആയിരിക്കും നമുക്ക് വലിയ ലോങ് ആയിട്ടൊക്കെ പോയത്. അതിപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ പിന്നെ അത് നമുക്ക് ഓഫ് ചെയ്യാൻ പറ്റില്ല. അതാണ് കാര്യം. ഓക്കെ, സോ ഈ സീരീസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും സജഷൻസോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. നമുക്ക് ഇപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിലും കാര്യങ്ങളും കമൻറ്റ് ചെയ്യുക. ഞാനത് വേറെ വീഡിയോ ആയിട്ട് ചെയ്യും. അപ്പോൾ ഈ സീരീസ് വാച്ച് ചെയ്ത എല്ലാവർക്കും വലിയൊരു താങ്ക് യു.